ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾ മഴയത്തെ ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഈ മഴയത്ത് ഞങ്ങളുടെ മെയിൻ്റെ മോട്ടർ അടിച്ചു പോയി. ഇത് വന്നിട്ട് ഇത് ചൈന ടാങ്കാണ്. ടാങ്കിൻ്റെ കൂടെ വരുന്ന മോട്ടറാണ്. അപ്പം ഇത് ഫുള്ളായിട്ട് ഒരുമിച്ച് ഒരു സെറ്റാണ്. ഇപ്പോൾ താൽക്കാലിക മോട്ടറാണ് വെച്ച് കൊടുത്തത്, എന്നാൽ ഇതൊരു സെറ്റാണ്. അപ്പോൾ ഈ സെറ്റ് വെച്ചാൽ മാത്രമേ ഇത് വന്ന് ഫിൽറ്റർ ചെയ്ത് വേസ്റ്റൊക്കെ വലിച്ചിട്ട് ഫിൽറ്റർ ചെയ്ത് വെള്ളം ക്ലിയർ ആക്കുള്ളൂ. മറ്റ് സാധാരണ മോട്ടർ വെച്ചപ്പോഴത്തേനും ഉടനെ വെള്ളം കലങ്ങി ഇത് വന്നിട്ട് ക്ലിയർ അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിത് വാങ്ങുന്നത് ഈ ടാങ്ക് വാങ്ങിച്ചതും പടന്താലിമൂടിലാണ്. തമിഴ്നാടാണ്. കളിയൊക്കെയുള്ള കഴിഞ്ഞ് അപ്പുറമാണ് പടന്താലിമൂട്. അപ്പോൾ ഇത് തമിഴ്നാടാണ്. അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പടന്താലിമൂട് അന്യ അക്വേറിയത്തിൽ നിന്നാണ് വാങ്ങിച്ചത്. അവർക്ക് 3-4 ബ്രാഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് അഴകിയ മണ്ഡപത്തുണ്ട്, കരിങ്കല്ലുണ്ട്, പടന്താലിമൂടുണ്ട്. അപ്പോൾ കരിങ്കല്ല് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അഴകിയ മണ്ഡപത്തിൽ നിന്ന് മീൻ എടുത്തിട്ടുണ്ട്, പടന്താലിമൂടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് എടുക്കുന്നത്. ഇത് വന്നിട്ട് കഴുകന്തിട്ട റെയിൽവേ സ്റ്റേഷനാണ്. പാറശാല കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് തമിഴ്നാട് റെയിൽവേ സ്റ്റേഷനാണത്. അവിടെ ഞങ്ങൾ പോകുന്ന കുഴിത്തറ വഴിയാണ്. അല്ലെങ്കിൽ പുത്തൻചന്ത കഴിഞ്ഞൊരു റോഡുണ്ട്. അപ്പോൾ അത് പോയാൽ കറക്റ്റ് ആവില്ല. ഇത് വന്ന് കുഴിത്തറ കോർട്ടാണ്. ഇതാണ് ഇവിടെ നിന്ന് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇതാണ് കുഴിത്തറ കോർട്ട് വരുന്നത്. അവിടെ നിന്ന് പിന്നെ വാവുപോലെ ചന്ത വഴി ഇതാണ് കുഴിത്തറ ജംഗ്ഷൻ. അപ്പം ഇത് പോകുന്ന പിങ്ക് ബസ്. ഇതാണ് തമിഴ്നാട് പെണ്ണുങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ബസ്. ഇത് ജെൻസിന് കയറാം, എന്നാൽ ലേഡീസിന് ബസ് ഫ്രീ ടിക്കറ്റ് തരും, എന്നാൽ കാശ് കൊടുക്കേണ്ട. ഇതാണ് അന്യ അക്വേറിയം. ഇവിടെ വന്നപ്പോഴത്തേനും നമുക്ക് പണിപാളി. അന്ന് തുറന്നിട്ടില്ല. അവിടെ സ്റ്റാഫ് മുമ്പൊരു പയ്യ ഉണ്ടായിരുന്നു. ആ പയ്യൻ മരിച്ചു, എന്തോ ആക്സിഡൻ്റ് എന്തോണം, അങ്ങനെ മരിച്ചു. അതിനുശേഷം അത്ര ക്ലിയർ അല്ല. ഉണ്ട്, ഇടയ്ക്ക് തുറക്കുന്ന സ്റ്റാഫ് വന്നിട്ട് കുറവാണ് അവിടെ. അപ്പോൾ വന്നിട്ട് തുറന്നിട്ടില്ലായിരുന്നു. പിന്നെ ഒരു ഉച്ചയ്ക്ക് വിളിച്ചു. പിന്നെ കൊച്ചിനെ കൊണ്ട് ഉച്ചയ്ക്ക് ആശുപത്രി പോയിട്ട് വന്നിട്ടും വിളിച്ച് ചോദിച്ചു, ഓണറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ തുറന്നിട്ടില്ലെന്ന് പറഞ്ഞു. അടുത്ത് വൈകിട്ട് വിളിച്ച് ചോദിച്ചപ്പോഴത്തേനും തുറന്നു, ഒരു ലേഡി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ പോയപ്പോഴത്തേനും കുറച്ച് ക്ലിപ്പ് എടുത്തതാണ്. ഇതൊക്കെയാണ് അവിടെ എല്ലാം ഉണ്ട്. മെയിനായിട്ട് ഫിഷാണ്. ഇതവിടെ വിൽക്കാൻ കിട്ടുന്ന അരവണയാണ്. അപ്പോൾ ഇതിൽ ആൽബിനോ ആണ് ഞങ്ങളെ കിടക്കുന്നത്, സിൽവറാണ്. അപ്പോൾ ഇത് വന്നിട്ട് ടെട്രാ ഫിഷാണ്. അങ്ങനെ കുറച്ചധികം ഫിഷ് അവിടെ മുമ്പ് നല്ല ഇതിനേക്കാളും കളക്ഷൻ എനിക്ക് മുമ്പാണ് ഇഷ്ടപ്പെട്ടത്. അവിടെ പോകുമ്പോൾ നമ്മളവിടെ ഒരു 7-8 വർഷം കൊണ്ട് അവിടെ നിന്ന് സ്ഥിരം ഇതാണ്. ഈ ഞങ്ങൾ വാങ്ങിച്ച ടാങ്കെല്ലാം അവിടെ നിന്നാണ് എടുത്തത്. അതൊരു 7 വർഷമോ എന്തോ എടുത്തിട്ട്. അപ്പോൾ അവിടെ ആ പയ്യ ഉണ്ടായിരുന്നപ്പോൾ ലോറൻസ് എന്തോണം അപ്പോൾ എൻ്റെ പേര്. ആ പയ്യ ഉണ്ടായിരുന്നപ്പോൾ ഇതിനേക്കാളും വളരെ കളക്ഷനും നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ട് എനിക്കും അത്ര പിടിച്ചില്ല. എന്തെന്ന് വെച്ചാൽ കളക്ഷനുണ്ട്, എന്നാലും ആ പഴയ ഒരു ഗുമ്മില്ല അവിടെ പോയപ്പോഴത്തേനും. ഇടയ്ക്ക് ഞങ്ങൾ അവിടെ പോകില്ലായിരുന്നു. അമരവിള അവിടെ നിന്നൊക്കെ വാങ്ങുമായിരുന്നു. എന്നിട്ട് പിന്നെയെന്ന് വെച്ചാൽ എന്തുണ്ടെങ്കിലും അയാളെ കാണുള്ളൂ. നമ്മൾ എവിടെ പോയി ഇപ്പോൾ മീനിൻ്റെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിച്ചാൽ ഉടനെ പറഞ്ഞു തരും. അങ്ങനെ എല്ലാ കളക്ഷനും കൊണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ വേറെ അക്വേറിയത്തിലുണ്ട് എന്ന് പറയും. പിന്നെ വിലയും വലിയ നല്ല കുറച്ചിട്ടേ തരുള്ളൂ. പിന്നെ എടുക്കുന്ന മീൻ വന്നിട്ട് നല്ല ക്വാളിറ്റിയാണ്. ഞങ്ങൾ മാക്സിമം അരോണ ഫിഷാണ് വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ വേറെ അങ്ങനെ വളർത്തിയിട്ടില്ല. വേറെ ഒരാളിൽ നിന്ന് എടുത്ത് അരോണ, അത് ക്വാളിറ്റി ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇയാളിൽ നിന്ന് എടുത്ത അരോണ വന്നിട്ട് നല്ല ക്വാളിറ്റിയാണ്. അയാളിൽ നിന്ന് ഏത് മീനെടുത്താലും നല്ല ക്വാളിറ്റിയാണ്. അത്രയും ക്വാളിറ്റി ഉള്ളത് തരുള്ളൂ. പിന്നെ ഇതിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് ഈ അരോണയാണ് ഞങ്ങൾ ഫസ്റ്റ് വളർത്തിയത്. എന്നിട്ട് അത് നമ്മുടെ ഇന്ന് അഴുക്ക് തിന്ന ഒരു മീനെടുക്കുക, അതെടുത്ത് ചത്തുപോയി. അങ്ങനെ കുറച്ച് ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.